ഹലോ ഗൈസ്. അപ്പോഴേ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ അറസ്റ്റിലായിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപ പ്രസംഗം നടത്തിയതിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. TVKയുടെ ഒരു വനിതാ ഭാരവാഹിയായിട്ടുള്ള ഭൈരവി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടുത്ത പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞു. എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ വളരെ മോശപ്പെട്ട ഒരു പരാമർശം തന്നെയാണ്. അവരത് വളരെ കൃത്യമായിട്ട് നല്ല അജണ്ടയോടുകൂടി ആ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് ഞാൻ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ശരിക്കും. പക്ഷെ നമ്മളെയൊക്കെ ഇവിടെ എടുത്ത് നോക്കണേ, ഈ കേരളത്തിന്റെ സൈബർ ഇടമെന്ന് പറഞ്ഞാല് എങ്ങനെ പുഴുത്തിരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അത്രമാത്രം പുഴുത്ത അവസ്ഥയാണ് സൈബർ ഇടമെന്ന് പറയുന്നത് കേരളത്തിന്റെ. കാരണം ഇവിടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒരു ലൈസൻസും ഇല്ലാതെ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുന്ന കാരണം അതിനകത്തൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോമുകളെ മറ്റാളുകളുടെ സ്വകാര്യതയെ വിറ്റ് ജീവിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. എത്രയോ മനുഷ്യർ കൊടുത്ത പരാതികൾ കിടക്കുന്നു. ഒരൊറ്റ മനുഷ്യരും കൊടുത്ത പരാതിയിന്മേൽ കൃത്യമായിട്ടുള്ള ഒരു സൈബർ അറസ്റ്റോ അല്ലെങ്കിൽ സൈബർ ലോയോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇവിടുത്തെ നിയമ വീഴ്ചയുടെ ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉദയനിധി സ്റ്റാലിന്റെ കേസെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ സംസാരിച്ചതിനകത്ത് പേര് പരാമർശിച്ചിട്ടില്ല, ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡബിൾ മീനിങ് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, ഇവിടെ പേരെടുത്ത് പരാമർശിച്ചിട്ടും ഇവിടെ കുടുംബത്തിനകത്തിരിക്കുന്ന ഈ പ്രശ്നം എന്റെ അടുത്താണെങ്കിൽ എന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഓരോ വേലത്തരങ്ങൾ കാണിച്ചിട്ടുള്ളത്. അത്തരം ആളുകൾക്കെതിരെ ഒന്നും ഒരു തരത്തിലും നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ പറയാ ഉദയനിധി സ്റ്റാലിൻ എവിടെ ഇരിക്കുന്നു, ഞാൻ എന്നെ മാത്രമല്ല പറഞ്ഞത്, ഞാൻ ഇവിടെ കേരളത്തിലെ ഒരുപാട് സ്ത്രീകള് രാഷ്ട്രീയക്കാര് കാരണമായിക്കോട്ടെ സിനിമാക്കാര് കാരണമായിക്കോട്ടെ പൊതുസമൂഹത്തിൽ ഒരു പണിയും കുണിയും ഇല്ലാതെ ഇവിടെ ഇരുന്നിട്ട് മറ്റുള്ളവരെ വിറ്റ് ജീവിക്കാനിരിക്കുന്നവരായിക്കോട്ടെ ഇവരൊക്കെ നടത്തി വരുന്ന സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയില്ല. ആലോചിച്ച് നോക്കുന്ന TG മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് ഒരുത്തനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്തു. ഒരു കാട്ടുമോറിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തത്. അത്രയും വൃത്തികെട്ട ഒരു നാറിയെ പറ്റി ചർച്ച ചെയ്തിട്ടും ആ വിഷയത്തിൽ ഈ സ്ത്രീകളെ റേപ്പ് ചെയ്യണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അതും പെൺകുട്ടികളെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ അയാൾക്കെതിരെയും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. കലാപാഹ്വാനത്തിനെതിരെ ഏതോ ഒരു കേസ് ഇട്ടിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി സൈഡിൽ കൂടെ അങ്ങ് വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏതെല്ലാം രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഇവിടെ കേരളത്തിൽ അത് സംഭവിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. അത് ഇവിടത്തെ നിയമത്തിന്റെ ഒരു അരക്ഷിത അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആരെങ്കിലും ഇറങ്ങിയോ? സ്ത്രീ സംഘടനകൾ എവിടെ? സ്ത്രീ സംഘടനകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റാത്ത? നമ്മളൊക്കെ പ്രതികരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയോ നമ്മൾ നടത്തിയ ഏതെങ്കിലും സമരം വിജയിക്കുകയോ ഒക്കെ ചെയ്ത്, ഇപ്പൊ ഡൽഹിയിൽ നടത്തിയ സമരം വിജയിച്ചതിന്റെ പേരിൽ എമ്മാതിരത്തെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ ഇതുവരെ തീർന്നിട്ടില്ല. ഡൽഹിയിലെ സമരം വിജയിച്ചാല് അവരവിടെ വന്നിരുന്ന് സംസാരിച്ചു. എന്തെന്നും PSCയിലെ ആളുകൾക്ക് ജോലി കിട്ടാതെ അവിടെ കിടക്കുന്നു, അതെന്തുകൊണ്ടാ LPC വിഷയങ്ങളിൽ പ്രതികരിക്കാത്തത്? ഞാൻ കണ്ടില്ല. എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചുകൊണ്ട് എന്റെ അക്കൗണ്ടിന്റെ അടിയിൽ വന്ന ഒരു കമന്റിലെ ഒരുത്തനെ പോലും ഞാൻ അവിടെ കണ്ടില്ല. കാരണം അവർക്ക് നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരു ആയുധം വേണം. പിന്നെ എന്റെ ഉത്തരവാദിത്വമാണ് ഈ പ്രതികരിക്കലെന്നാണ് ഇവന്മാരെല്ലാരും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായി പണിക്കിറങ്ങി തിരിച്ചിട്ട്. അപ്പം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ വിഷയങ്ങളും പ്രതികരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. എല്ലാവരും പ്രതികരിക്കേണ്ട ആളുകളാണ്. ഇപ്പം ഞാൻ മാത്രമല്ല ഇതിൽ പ്രതികരിച്ചാൽ നീ അതിലെന്ത് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം വെച്ച് അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങൂ. വരുമാനം വിട്ടിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കൂ. കണ്ടില്ലേ ഇവിടെ പേര് പോലും പറയാത്തിടത്തും കേസെടുത്തത്. അതുപോലെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന, ഇത്തരം ബുള്ളി ചെയ്യുന്ന മനുഷ്യർക്കെതിരെ കേസെടുക്ക്. എത്രയോ കേസുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ മനുഷ്യർ കൊടുത്തിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിലൊക്കെ എത്രയോ മനുഷ്യർ അവരുടെ ഡിഗ്നിറ്റിയെ വിറ്റ് അവരുടെ പേഴ്സണാലിറ്റിയെ വിറ്റ് കാശാക്കുന്ന മറ്റു മനുഷ്യർക്കെതിരെ കേസുകൾ കൊടുത്തിരിക്കുന്നു. അത്തരം കേസുകൾ നിങ്ങൾ എടുക്കൂ. അത്തരം കേസുകൾ എടുത്ത് ഇവിടുത്തെ നിയമം എന്താണെന്ന് കാണിച്ചു കൊടുക്കൂ. ഇവിടുത്തെ കേരള ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഇരുന്നാലും ശരി, മുന്നത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ പിന്നത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ വരുന്നതായിക്കോട്ടെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കും ഇങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള ആക്ഷൻസുകൾ ഉണ്ടാവട്ടെ. അങ്ങനത്തെ ആക്ഷൻസ് ഉണ്ടാവുന്നിടത്താണ് നല്ല രീതിയിലുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്താൻ പറ്റുന്നത്. എന്താ പറയാ,
ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടത് അത്രമാത്രം സഹിക്കവയ്യാതെയാണ് നമ്മൾ പോലും പല രീതികളിൽ നമുക്ക് പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വന്നിട്ടുള്ളത്. അത് ഗുണ്ടായിസം എന്ന് വരെ പറഞ്ഞ സമൂഹം ഇവിടെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ അതിന്റെ കേസിന്റെ പുറകിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും വലിയ അന്തസ്സൊന്നുമല്ല. പക്ഷേ എന്നിട്ടും ഇവിടെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ഒന്നിനെയും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ നിയമം വീണ്ടും വീണ്ടും കയ്യിലെടുക്കേണ്ട അവസ്ഥകൾ മനുഷ്യർക്കുണ്ടാകുന്ന സാഹചര്യം വരുമെന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള നിയമങ്ങൾ, നല്ല നിയമങ്ങൾ, ഇതുപോലെ ഉദയനിധി സ്റ്റാലിനെതിരെ എടുത്തതുപോലെ പെട്ടെന്ന് എടുക്കാൻ വരട്ടെ. എന്ത് അജണ്ടയുടെ പുറത്താണെങ്കിലും സ്ത്രീക്കെതിരെയുള്ള പരാമർശം എന്ന് പറയുന്നത് അതിന് ആര് ചെയ്തെന്ന് പറഞ്ഞാലും, അതിന് ഏത് ലെവലിൽ ആൾ ചെയ്തെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പം ശരി.